യോഗസൗഖ്യം എന്നീ പരിപാടിയിൽ ധ്യാനം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ. യോഗ സമഗ്രമായ ഒരു ജീവിതശൈലിയാണ്. യോഗയിലെ അഷ്ടാംഗങ്ങളിലെ ഒരു ഭാഗമാണ് ധ്യാനം. ധ്യാനം എന്നത് ഒരു ശ്രമകരമായ അഭ്യാസമോ പ്രവൃത്തിയോ എന്നതിലുപരി സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. ഒരു പ്രത്യേക വസ്തുവിലോ ചിന്തയിലോ പൂർണ്ണമായി ശ്രദ്ധിച്ചിരിക്കുന്നതിനെ ധാരണ എന്നു പറയുന്നു. എന്നാൽ ധ്യാനാവസ്ഥയിൽ വളരെ ശ്രമരഹിതമായി സാവധാനത്തിൽ മനസ്സിന്റെ ബോധതലത്തെ അഥവാ അവബോധത്തെ വികസിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിലേക്ക് അഥവാ അവബോധ തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നതാണ് ധ്യാനം. ഇന്ന് വിവിധ രീതിയിലുള്ള ലളിതമായ ധ്യാന രീതികൾ നിലവിലുണ്ട്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, ഫോക്കസ്ഡ് മെഡിറ്റേഷൻ, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ, മന്ത്ര മെഡിറ്റേഷൻ, ഗൈഡഡ് മെഡിറ്റേഷൻ എന്നിങ്ങനെ നിരവധി രീതികൾ നിലവിലുണ്ട്. ധ്യാനം അഭ്യസിക്കുമ്പോൾ തുടക്കത്തിൽ അത് സ്വന്തം മനസ്സിനെയും മനസ്സിന്റെ ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം നിരീക്ഷിക്കുന്ന ഒരു രീതി മാത്രമായി തോന്നിയേക്കാം. എന്നാൽ തുടർച്ചയായ അഭ്യാസം കൊണ്ട് മനസ്സിന്റെ ചിന്തകളെയും വികാരങ്ങളെയും എല്ലാം നിയന്ത്രിച്ച് തികച്ചും ശാന്തമായ ശൂന്യമായ ഒരവസ്ഥയിലേക്ക് മനസ്സെത്തുകയും സ്വാഭാവികമായി ധ്യാനം സംഭവിക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ അഭ്യാസത്തിലൂടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഉറക്കം മെച്ചപ്പെടുത്തുക, ഏകാഗ്രത, ഓർമ്മശക്തി, ശ്രദ്ധ മുതലായവ മെച്ചപ്പെടുത്താനും വികാരങ്ങളെ നന്നായി നിയന്ത്രിച്ച് ശാന്തതയും സന്തോഷവും കൊണ്ടുവരാനും ധ്യാനം സഹായിക്കുന്നു. ശരീരത്തിന്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും ധ്യാനം സഹായിക്കുന്നു. അതോടൊപ്പം ഉയർന്ന രക്തസമ്മർദ്ദം, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ, സന്ധിവാതം, ആമവാതം, സ്ത്രീരോഗങ്ങൾ, ന്യൂറോളജിക്കൽ രോഗങ്ങൾ മുതലായവയിൽ മാനസികമായ ശാന്തത തരുന്നതിനാൽ രോഗാവസ്ഥകളിൽ തെറാപ്പിയായി ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. കൂടാതെ ധ്യാനം സ്ഥിരമായി അഭ്യസിക്കുമ്പോൾ മനസ്സിന് കൂടുതൽ വ്യക്തതയും തെളിമയും ഉന്മേഷവും കൈവരുന്നു. അതുകൊണ്ട് തന്നെ കാര്യക്ഷമത അഥവാ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനും പോസിറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും നിലനിർത്താനും ധ്യാനം സഹായിക്കുന്നു. ഇന്ന് പലരും ധ്യാനിക്കുക അല്ലെങ്കിൽ കുറച്ചു സമയം കണ്ണുകളടച്ചിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായോ അസാധ്യമായതായോ കരുതാറുണ്ട്. എന്നാൽ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ബ്രെത്ത് അവെയർനെസ് മെഡിറ്റേഷൻ ലളിതമായി ആർക്കും ചെയ്യാവുന്നതാണ്. തുടക്കക്കാർ കുറഞ്ഞത് 10 മിനിറ്റ് നേരമെങ്കിലും ഇത് ചെയ്യുന്നത് സാവധാനം ധ്യാനാവസ്ഥയിലേക്ക് പോകാൻ സഹായകമാണ്. ആദ്യ ദിവസങ്ങളിൽ ശ്രദ്ധ ശ്വാസത്തിൽ നിന്നും മാറി മറ്റ് ചിന്തകളിലേക്കോ ഇതര വിചാരങ്ങളിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടായേക്കാം. അതായത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാം. കാലക്രമേണ ഡിസ്ട്രാക്ഷൻ സ്വാഭാവികമായും കുറഞ്ഞു വരികയും മനസ്സ് സ്വാഭാവികമായി ധ്യാനാവസ്ഥയിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. റിലാക്സേഷനായി ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഗൈഡഡ് മെഡിറ്റേഷനുകളും സൈക്കോസൊമാറ്റിക് രോഗാവസ്ഥകളിലും ഓട്ടോ ഇമ്മ്യൂൺ രോഗാവസ്ഥകളിലും ചെയ്യാറുണ്ട്. ധ്യാനം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.